Hello. You solve the equation here. Okay. ഇവിടെ നമുക്ക് ഇവിടെ വേരിയബിൾ ഉണ്ട്, ഇവിടെ വേരിയബിൾ ഉണ്ട്. ഈ വേരിയബിളിനെ കൂടെ LHSലോട്ട് കൊണ്ടുവന്നും ചെയ്യാം. അതല്ല ഇവിടെ ഇട്ട് ഇതും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കുറെ ലെങ്തി ആവും. അപ്പം LHSും RHSും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ LHSും RHSും സെപ്പറേറ്റ് ഇട്ട് ആദ്യം ചെയ്യാൻ പോവാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കെല്ലാം ബ്രാക്കറ്റ് കൊടുക്കുക, ഇവിടെയും ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലാത്തതുകൊണ്ടൊരു ഡിനോമിനേറ്ററും കൊടുത്തു. ഓക്കെ. അപ്പോൾ നമ്മൾ LHS ഇത് ഇത്രയും കാൽക്കുലേറ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് പിന്നീട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി ഇത് LHS മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യാം. 4 3 കോപ്പറേറ്റ് നമ്പേഴ്സ് ആണ്. അതല്ല ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 4 × 3 12. 4 × 3 12 ആണ്. ഇനി എന്താ വരുന്നത്? ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 × ബ്രാക്കറ്റ് ശ്രദ്ധിച്ചോളണം 3t - 2. പിന്നെ ഇവിടെ മൈനസ് മറക്കാതെ ഇടുക. പിന്നെ 4 × 2t + 3. ഓക്കെ. ഈസ് ഈക്വൽ ടു ഇവിടെയും ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് തന്നെയാണ്. 3 × 1 ഡിനോമിനേറ്റർ, പിന്നെ 1 × 2 2, ഇവിടെ മൈനസ് ആണ്. 3 × t 3t. ഓക്കെ. അപ്പോൾ ഇവിടെ ഇനി ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 90 - 6 - 4 × 2t is 80, minus into plus is minus 12 divided by 12 is equal to 2 - 3t. നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഡിവൈഡ് ബൈ 3. ഇനി ഇവിടെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 90 - 80 എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് t, പിന്നെ -6 - 12 is -80. ഓക്കെ. ബൈ 12 is equal to 2 - 3t by 3. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് കൊടുക്കാം. ഓക്കെ. ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് a/b is equal to a/b is equal to c/d ഫോമില ആണ്. അപ്പോൾ a × d is equal to b × c വെച്ച് ചെയ്യാം നമുക്ക്. ദാറ്റ് ഇംപ്ലൈസ് ക്രോസ് പ്രോഡക്റ്റ് 3 × t - 18 is equal to 12 × 2 - 3t. ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 3t - 18 × 3. 18 × 3 is 54 is equal to 12 × 2 is 24 - 12 × 3 is 36t. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് t വേരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ മതി. LHSലോട്ട് കൊണ്ടുവരിക. ഈ വേരിയബിളിനെ LHSലോട്ട് കൊണ്ടുവരണം. ഓക്കെ. അപ്പോൾ ഈ വേരിയബിളിന് അതായത് ദാറ്റ് ഇംപ്ലൈസ് 3t, ഇവിടെ -3t ആണ്. ഇപ്പുറം വരുമ്പോഴത്തെ LHS വരുമ്പോഴത്തേക്ക് +3t 36t is equal to 24 RHS തന്നെയാണ് കിടക്കുന്നത്. ഇനി -54 RHS വരുമ്പോൾ +54 ആണ്. ഓക്കെ. ദാറ്റ് ഇംപ്ലൈസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 39t is equal to 78. That implies t is equal to 78 divided by 39. Okay, 39 2s 78 കിട്ടുമല്ലോ. 39 2s is equal to t ന്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ. പിന്നെ ഇനി നമുക്കിവിടെ മറ്റേ മെത്തേഡിൽ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. മറ്റേ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇങ്ങനെ ഇവിടെ 2 ടേംസ് ഉണ്ടെങ്കിൽ LHSും RHSും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ് ഈസി കേട്ടോ. ഇനി അഥവാ നമ്മൾ എപ്പോഴും പഠിക്കും വേരിയബിള് LHSൽ കൊണ്ടുവരിക, വേരിയബിൾ LHSൽ കൊണ്ടുവരിക എന്ന് പഠിക്കില്ലേ. അപ്പം ഇനി അങ്ങനെ പഠിച്ചു വെച്ച് അങ്ങനെ തന്നെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ വേരിയബിളിനെ കൂടെ എപ്പോഴും കൊണ്ടുവരാം. പ്രശ്നമൊന്നുമില്ല. 3t - 2 by 4 - 2t + 3 by 3 is ഈ -t ഇവിടെ വരുമ്പോൾ +t. അപ്പോൾ അവൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ 1 അങ്ങ് കൊടുക്കുക ആണ്. ഡിനോമിനേറ്റർ ഇടാതെ പോകരുത്. is equal to 2 by 3. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് എടുക്കാൻ പറ്റത്തില്ല. LCM 4 × 3 1 ആകുമ്പോൾ 4 × 3 കോപ്പറേറ്റ് നമ്പേഴ്സ് ആണ്. 12 ആണ്. 4 × 3 12 ആണ് LCM.
ഓക്കെ ദാറ്റ് ഇംപ്ലൈസ്. ഇനി നിങ്ങൾ ഏത് മെത്തേഡ് ചെയ്യുന്നുണ്ട്? ഓക്കെ 12 divided by 4 is 3. 3 into ഇവിടെ അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വരുമ്പോഴത്തെ ആ മെത്തേഡ് തന്നെ കൊടുക്കാതെ ടീച്ചർ വേറൊന്നും LCM ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ LCM ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇവിടെ. അങ്ങനെ ചെയ്യാമല്ലോ. 12 divided by 4 is 3. പിന്നെ 3 ബ്രാക്കറ്റ് കൊടുക്കണം. 3 into 3t minus 2 മൈനസ് ഇവിടുത്തെ മൈനസ് ആണ്. പിന്നെ 12 divided by 3 is 4. 4 into 2t plus 3. ഇത് കുറേ ലെങ്തി ആയിട്ട് വരും അല്ലേ. പിന്നെ 12 LCM ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ 12 ആണ്. 12 into t is 12t. അതൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിലേക്കൊക്കെ ഈസിയാണ് കേട്ടോ. ഇസ് ഈക്വൽ ടു 2/3. അതല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം ചെയ്ത് അത് വേണ്ട ഒറ്റയടിക്കങ്ങ് ചെയ്താൽ മതി. ഓക്കെ. ഇനി അതല്ലാതെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു 12 ആക്കുന്നത് എങ്ങനെയാണ്? ഇതാ ഇവിടെ ഇൻറ്റു 3 into 3 കൊടുക്കും അല്ലേ. ഇവിടെ ഇൻറ്റു 4 ബ്രാക്കറ്റ് കൊടുത്തോളണം. ഇൻറ്റു 4 ഇവിടെയും ഇൻറ്റു 12 into 12 സെയിം തന്നെ കിട്ടും. ഇതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ ഈ മെത്തേഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സംഭവം എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ 9t minus 6 minus 4 into 2t is minus 8t minus into plus is minus 12 plus 12t divided by 12 is equal to 2/3. ഓക്കെ. ഇനി ഇവിടെ കുറേ ലൈക്ക് ടേംസ് ഉണ്ടല്ലോ. അത് 3 ലൈക്ക് ടേംസ് ഉണ്ടല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം. 9tയും -8tയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്രകിട്ടും? t കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേഷൻ കൊടുക്കുക. t plus 12t വേണ്ടേ. അപ്പം 12t 13t എന്ന് കിട്ടും. ഓക്കെ 13t. അതല്ല പാടുള്ളവർ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടും പോസിറ്റീവ് ആണ്. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതിനൊക്കെ ഇപ്പം ഇത് ഈസിയാണ്. 9t minus 8t is t ആണ്. 1t 12t plus 3t is 13t. പിന്നെ ഇവിടെ -6 -12 കൂടെ ആകുമ്പോൾ -18/12 is equal to 2/3. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് കൊടുക്കാം. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ദാറ്റ് ഈസ് 3 into 13t minus 18 is equal to 12 into 2 is 24. ഓക്കെ. അപ്പോൾ മൾട്ടിപ്ലൈ ദ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഈസ് 39 3 into 3 9 3 39t minus 18 into 3 നമ്മൾ നേരത്തെ ചെയ്തല്ലേ 54. ഓക്കെ 54 is equal to 24. ഓക്കെ ദാറ്റ് ഇംപ്ലൈസ് 39t is equal to 24. ഇതിനപ്പുറം കൊണ്ടുപോകുമ്പോഴത്തേക്ക് പ്ലസ് 54. Okay, that implies 39t is equal to 78. That implies ഇനി t മാത്രം that implies t is equal to ഇവിടെ ഇൻറ്റു ആണ്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആകും. ദാറ്റ് ഈസ് 78 divided by 39 is equal to 2 is the solution. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ 2 ടേം ഓൾറെഡി ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇവിടെ RHSും LHSും സെപ്പറേറ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഈസി. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നു അതനുസരിച്ച് ചെയ്യുക.